അതുപോലെ വരുന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ തിന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ദേ ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലെ ദുഃഖകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വനത്തിലൂടെയുള്ള യാത്ര ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ഗേറ്റ് കടന്നാൽ ഉടനെ നമ്മുടെ റോസ്മല വില്ലേജാണ്. അപ്പോൾ ചങ്ങായിമാരെ, ഇതാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ അല്ലെ വ്യൂ പോയിന്റിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ കാണുന്ന ഐലൻഡിന് കണ്ടോ ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ട്. ഹലോ, നമസ്കാരം ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഒരു പുതിയ ഡയറി കുറിപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്രകളൊക്കെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. യാത്രയോടുള്ള ആവേശം കൂടിക്കൂടി വരികയാണ്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ആര്യങ്കാവിലാണ്, പോകുന്നത് റോസ്മലയ്ക്കാണ്. അവിടേക്ക് പോകുന്ന ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പൊന്നൂന്നാണ് വന്നത്. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പം. ഒരു കാടിന് നടുക്കുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് മാത്രമായിട്ട് 1-2 ബസ് സർവീസ് മാത്രമാണ് അവരെ കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ആക്റ്റീവയിലാണ് വന്നത്. അങ്ങോട്ട് ഓഫ് റോഡ് ഒക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ആക്റ്റീവ കൂട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ബുള്ളറ്റ് എടുക്കാഞ്ഞത് ഫോറസ്റ്റിൽ കൂടെ അല്ലേ പോകുന്നത്. അന്നേരം ഒന്നാമത് നമ്മുടെ ബുള്ളറ്റ് പഴയ മോഡൽ ആയതുകൊണ്ട് അതിന് ഇച്ചിരി സൗണ്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആനിമൽസിന് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് കരുതി. ഏതായാലും നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളിലും എല്ലാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുമല്ലേ. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ചങ്ങായിമാരെ, ആ കാണുന്നതാണ് ആര്യങ്കാവ് ജംഗ്ഷൻ. അവിടുന്ന് നമ്മൾ കയറി വന്നേക്കുന്ന ഈ റോഡാണ്. നമുക്കിനി പോകാനുള്ളത് ഈ റോഡ് കൂടെയാണ്. ഇവിടുന്ന് ഒരു 10-13 കിലോമീറ്റർ കൂടെ കാണും നമ്മുടെ റോസ്മല എത്താനായിട്ട്. ഇവിടുന്ന് ഇനിയും ഒരു ഓഫ് റോഡ് പോലെയാണ്. നിങ്ങൾക്ക് അവരവരുടെ വണ്ടിയെ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ജീപ്പ് സ്റ്റാൻഡാണ്, ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടുന്ന് ജീപ്പ് സഫാരി ഒക്കെയാണ്. ഇവിടെ ആരെയും കണ്ടില്ല, ജീപ്പ് ഡ്രൈവേഴ്സിനെ ആരെയും കണ്ടില്ല. എല്ലാവരും സഫാരിക്ക് പോയേക്കുവാണെന്ന് തോന്നുന്നു. കുറച്ച് പ്രൈവറ്റ് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരെല്ലാം വന്ന് ജീപ്പ് എടുത്ത് പോയേക്കുവാണ്. അപ്പം അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റന്മാരെ, നമ്മൾ ഏതായാലും 13 കിലോമീറ്ററുള്ള കാനനപാതയിലേക്ക് കടക്കുകയാണ്. അപ്പം വഴിയുടെ അവസ്ഥയൊക്കെ അത്യാവശ്യം കുണ്ടും കുഴിയുമാണ്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇവിടുന്ന് ബോർഡുണ്ട് റോസ്മലയ്ക്ക് ഉള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. മറ്റന്മാരെ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ എബിംബ്രോയാണ് നമ്മളെ റോസ്മലയെ പരിചയപ്പെടുത്തിയതും അവിടത്തേക്കുള്ള മനോഹരമായ യാത്രാനുഭവം വിവരിച്ച് കൊതിപ്പിച്ചതും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ ഗ്രാമവാസിയുടെ ലിങ്ക് ഞാൻ മേളിൽ പിൻ ചെയ്യുന്നുണ്ട്. കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ മറ്റന്മാരെ, നമ്മൾ റോസ്മലയ്ക്കുള്ള യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇതൊക്കെ ഗ്രാമപ്രദേശമാണ്. വനത്തിൻ്റെ അതിർത്തിയിലേക്ക് കയറുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിലും റോഡിൻ്റെ അവസ്ഥയൊക്കെ കണക്കാണ് കേട്ടോ. ചെറിയ ചെറിയ കാട്ടരുവികളൊക്കെ നമുക്ക് കാണാൻ 2 സൈഡിലും ഉണ്ട്. ഇതൊക്കെ റബ്ബറും തോട്ടങ്ങളാണേ. നമ്മൾ അറിഞ്ഞത് വെച്ച് റോസ്മല എന്ന് പറയുന്നത് ഒരുപാട് മിത്തുകളും ചരിത്രങ്ങളും ഒക്കെ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. റോസ്മലയുടെ ചരിത്രത്തെ പറ്റി ആധികാരികമായിട്ട് എനിക്ക് അറിയത്തില്ലെങ്കിലും കേട്ടറിവ് വെച്ച് പണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ പ്രദേശം ഒരു സായിപ്പിന്റെ കയ്യിലായിരുന്നെന്നും അതൊരു തേയിലത്തോട്ടമായിരുന്നെന്നുമാണ് പറയപ്പെടുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഇതൊരു കമ്പനിയെ ഏൽപ്പിക്കുകയായിരുന്നു. ആ കമ്പനി പിൽക്കാലത്ത് അത് ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ സായിപ്പിന്റെ ഭാര്യയുടെ പേര് റോസ്ലിൻ എന്നായിരുന്നു. അവരുടെ സ്മരണാർത്ഥമാണ് ഈ പ്രദേശത്തിന് റോസ്മല എന്ന് പേര് വന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഏതായാലും അവിടേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, അത്യാവശ്യം ഓഫ് റോഡ് റൈഡിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ദൂരത്തേക്ക് നല്ല റോഡായിരിക്കും. 2 സൈഡിലും കാടിന്റെ നടുക്കൂടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ. ബ്രോ, കുഴപ്പമില്ല. നിങ്ങളുടെ ടീമാണോ താഴെ ഇരിക്കുന്നത്? നിങ്ങൾ ക്ലബ്ബ് വല്ലതും ആണോ? അപ്പം മച്ചന്മാരെ, നമ്മൾ മല കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ സൈക്കിളുകാരെ പരിചയപ്പെട്ടായിരുന്നു. സൈക്ലിങ്ങിന് വന്നതാണ്. പെഡൽ ഫോഴ്സ് കൊച്ചി എന്നുള്ള ക്ലബിന്റെ കീഴിലാണ് അവർ വന്നിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് റോസ്മല വരെ സൈക്ലിങ്ങിന് വന്നേക്കുന്നതാണ്. ഏതായാലും അവരെ പരിചയപ്പെട്ടു. പരിചയങ്ങളും അനുഭവങ്ങളും ആണല്ലോ നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ KSRTCയുടെ ഉല്ലാസയാത്രയുടെ ബസ്സുകളൊക്കെ ഇതിലെ സർവീസ് നടത്തുന്നുണ്ട്. ജീപ്പുകളും സർവീസ് നടത്തുന്നുണ്ട്. ജീപ്പുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബസ്സുകളുടെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല.
ഏതായാലും നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. മച്ചാന്മാരെ, അന്യായ ഫീൽ എന്ന് പറഞ്ഞാൽ അന്യായ ഫീൽ കേട്ടോ. കൊടും വനത്തിനകത്തൂടെ ഒരു ചെറിയ വഴിയിലൂടെ, അതും ആക്റ്റീവയിലാണ് നമ്മൾ പോകുന്നതെന്ന് ഓർത്തോണം. 110cc ഉള്ള സ്കൂട്ടറെ പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതുപോലെ പോകുന്ന വഴിക്ക് ദേ ഈ പോകുന്നത് ഇടത്തേക്ക് തിരിയുന്നതാണ് കേട്ടോ, രാജാത്തോട്ടത്തിലേക്ക് പോകുന്നത്. അതൊരു അന്യായ ഡെസ്റ്റിനേഷനാണ്. അവിടെ നമ്മൾ വീണ്ടും പോകുന്നതായിരിക്കും ഒരു പ്രാവശ്യം. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ യാത്ര ഏകദേശം റോസ്മല യാത്ര പകുതി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു അപ്പൂപ്പൻ കാവുണ്ട്. പണ്ട് തൊട്ടേ ഉള്ളതാണ്. പൗരാണിക കാലങ്ങൾ തൊട്ടേ ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു വിശ്വാസത്തിൻ്റെ നല്ലൊരു വിശ്വാസമുള്ള ഒരു കാവാണ്. അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ. ടിക്കറ്റൊക്കെ അവിടെ വേറെ അടുത്ത ഓഫീസുണ്ട്, അവിടെ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വരുന്നവരെല്ലാവരും ഓർക്കുക, ഇത് പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. അകത്തോട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാതിരിക്കുക. റെസ്പോൺസിബിൾ ടൂറിസം, നമ്മൾ പല വീഡിയോസിലും പറയുന്ന പോലെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം ആയിരിക്കണം. നമ്മൾ വരുന്നു, കാണുന്നു, അത് മറ്റുള്ളവർക്കൂടെ കാണാനും ഉതകണം. മാത്രമല്ല വന്യമൃഗങ്ങൾക്കും ഒന്നും ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ യാത്രകളെല്ലാം പ്ലാൻ ചെയ്യാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളോട് ഇടപെടുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. നമ്മൾ അങ്ങനെ നിന്നപ്പോൾ തന്നെ അതേ ജീപ്പുകൾ കയറി വരുന്നുണ്ട് കണ്ടോ. നമ്മൾ മല കയറാൻ തുടങ്ങിയെടുത്ത് തന്നെ KSRTCയുടെ ഉല്ലാസയാത്ര ബസ് കണ്ടില്ലേ, അവിടെ പല വണ്ടികളും വന്നിട്ട് തിരിച്ചു പോകുന്നത് കണ്ടു. കയറാതെ പേഴ്സണൽ കാറായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ ഒരു ഓഫ് റോഡിൽ ജീപ്പിനെ ആശ്രയിക്കുന്നതായിരിക്കും നമ്മുടെ വണ്ടിക്കും നല്ലത്, നമുക്ക് നല്ലത് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഓഫ് റോഡ് റൂട്ടാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ല. അപ്പോൾ ചങ്ങായിമാരെ, അടിപൊളി ഒരു കാട്ടുചോല നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയല്ലോ, ഇനിയും തിരിച്ചു പോക്ക് നടക്കത്തില്ല. കണ്ടില്ല, ഇവിടെ എല്ലാം ആനപ്പിണ്ടം. ഫ്രഷ് ന്യൂ ഒന്നുമല്ല, ഇച്ചിരി ആൻറ്റീക്കായിട്ടുള്ള ആനപ്പിണ്ടമാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ വന്ന വഴിക്ക് ഈ മരത്തേൽ ഇങ്ങനെ ഇത് കണ്ടു കേട്ടോ. എൻ്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ ഈ ആന വന്ന് ചൊറിയുവോ അല്ലെങ്കിൽ കൊമ്പ് കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയതോ ആണ്, അല്ലെ കുത്തിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ തിന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ട്, ഉണങ്ങിയതാണ്. പിന്നെ ഇവിടെ എല്ലാം കണ്ടില്ലേ, മണ്ണ് ഇടിഞ്ഞതുപോലെ കിടപ്പുണ്ട് ഈ തിട്ടയിലെല്ലാം. ആന വന്ന് കുത്തിയതാണെന്ന് വിശ്വസിക്കുന്നു. ആന ഇളക്കിയതാണെന്ന് പറയാൻ നമുക്കൊരു തെളിവുണ്ട് കേട്ടോ. എന്തുവാന്ന് ചോദിച്ചാൽ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ. ഒത്തിരി പഴയതൊന്നുമല്ല. ഇവിടെ എല്ലാം മരത്തേല് ഇങ്ങനെ വലിച്ചിളക്കി തിന്നതിൻ്റെ പാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആന ഇളക്കിയതായിരിക്കുമെന്ന്. അത് മാത്രമല്ല, മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാം ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. ഇതെല്ലാം അവന്മാരെ ഇളക്കിയതാണെന്ന് വിശ്വസിക്കുന്നതായിട്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആനപ്പിണ്ടം ഉണ്ട്. അപ്പോൾ ആന സ്ഥിരം ഇറങ്ങുന്നതാണ്. നമ്മൾ ആനയില്ല, വന്യജീവികളൊന്നും ഇല്ലെന്നുള്ള വിശ്വാസം നല്ലതാണ്. തീർത്തും ഉറപ്പിൽ ഇവിടെ വന്ന് ഒത്തിരി അങ്ങ് അർമാദിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പം ഈ ആന ഇറങ്ങുന്നതിന് ഇത്രയും വലിയ തെളിവൊക്കെ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ റോസ്മല കാണാൻ പോയിട്ട് വരുമ്പോൾ ഒത്തിരി കാട്ടിലേക്ക് കയറണ്ട. ഈ റോഡിൻ്റെ സൈഡിൽ ഒക്കെ കുഴപ്പമില്ല. ഒത്തിരി കാട്ടിലേക്ക് അധികം കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ നമ്മൾ മുമ്പോട്ട് നീങ്ങി വരുമ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ. റോഡ് കുറുകെ കിടക്കുന്ന കാട്ടുചോലയാണ്. അപ്പം നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കല്ലും ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു കോൺക്രീറ്റിന്റെ ഇത് വന്നത്. ഇവിടെ കുറെ സൈക്കിളുകാരൊക്കെ നിൽപ്പുണ്ട്. ആള് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇപ്പം ഇവിടെ നിൽക്കുന്നില്ല. അപ്പം നമ്മുടെ ഗ്രാമവാസി നമുക്ക് പറഞ്ഞു തന്നത് ഈ വണ്ണമുള്ള മരം കണ്ടോ, ഈ മരത്തിൻ്റെ ഒരു പൂവുണ്ട്. ഇവിടെ കിടപ്പുണ്ട്, ചുമന്ന കളറിൽ കണ്ടില്ലേ. ഈ പൂവ് ഇതുപോലത്തെ ഈ പൂക്കുന്ന കുറേ മരങ്ങൾ ഈ കാടിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആ മരങ്ങളെല്ലാം കൂടെ പൂക്കുമ്പോൾ വനത്തിനൊരു റോസ് കളറായിരിക്കും, അല്ലെങ്കിൽ ചുമന്ന കളറായിരിക്കും. അതുകൊണ്ടായിരിക്കാം റോസ്മല എന്ന് പേര് വന്നതെന്ന് ഒരു കഥയുണ്ട്. അപ്പം മച്ചന്മാരെ, നമ്മൾ റോസ്മലയ്ക്കുള്ള പകുതി വഴി ആയിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ വന്ന വഴിക്കൊക്കെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ബാച്ച് സൈക്ലിങ്ങുകാരൊക്കെ വന്നിട്ടുണ്ട്. താഴെ വെച്ച് നമ്മൾ കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. അവർ കയറുവാണ്, പകുതി വഴി ആയതേ ഉള്ളൂ. ഏതായാലും നമുക്ക് റോസ്മല കയറി നോക്കാം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് നല്ല സൗണ്ടാണ് കേട്ടോ. കുറേ കിളികളുടേതും പക്ഷികളുടേതും അതുപോലെ ഓരോ ജീവികളുടെയൊക്കെ നല്ല സൗണ്ടുണ്ട്. നമുക്കത് കേട്ട് ആസ്വദിക്കാനൊക്കെ നല്ല അവസരമുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം നല്ല രസമാണെങ്കിലും എൻ്റെ മനസ്സിൽ അല്പം പേടിയൊക്കെ ആയിട്ടുണ്ട്. ആനപ്പിണ്ടവും പിന്നെ ആന മരത്തേൽ ഇങ്ങനെ മരത്തിൻ്റെ തോല് ഇളക്കി തിന്നേക്കുന്നതിൻ്റെയും അതുപോലെ റോഡ് സൈഡിൽ കൊമ്പുകൊണ്ട് കുത്തിയേക്കുന്ന പാടൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ അത്യാവശ്യം പേടിയൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം.
അപ്പൊ ചങ്ങായിമാരെ, നമ്മുടെ റോസ്മലയ്ക്കുള്ള യാത്രക്കിടെ ഇതുപോലെ ഒരുപാട് മനോഹരമായ കാട്ടരുവികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളമൊക്കെയാണ്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലെ ദുഃഖകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ബിയർ കുപ്പികളും ക്യാനുകളും അതുപോലെ പ്ലാസ്റ്റിക്കുകളും ഒരുപാട് ഇവിടെ ഇടുന്നുണ്ട്. ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പോലെ, അല്ലെങ്കിൽ അട്ടപ്പാടി വീഡിയോയിലും ഒക്കെ പറയുന്നത് പോലെ, നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വീടാണെന്നുള്ള രീതിയിൽ കാണണം. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, വെറുതെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞേക്കുക. ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ ഈ റോസ്മല എന്ന് പറഞ്ഞുള്ള നല്ലൊരു സ്ഥലം കാണാൻ, അല്ലെങ്കിൽ ഇതുപോലെ വനത്തിനകത്തൂടുള്ള ഒരു റൈഡ് ആസ്വദിക്കാൻ വരുന്നവരെ അഫക്റ്റ് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനിയെങ്കിലും ഇവിടെയൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇവിടെയൊക്കെ നമുക്ക് പുറകിലുള്ളവരും വന്ന് കണ്ട് ആസ്വദിക്കട്ടെ. നമ്മൾ കണ്ടു കഴിഞ്ഞ് പോയി എന്നുള്ളതല്ല, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയട്ടെ. അപ്പം ഏതായാലും ദയവ് ചെയ്ത് ഇതൊന്നും ആവർത്തിക്കാതിരിക്കുക. ഇനിയും വരുന്നവരെങ്കിലും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരം കേട്ടോ. ഇറങ്ങി നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോൾ കണ്ടതുപോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. രാത്രിയിൽ അവർ പാസ് ചെയ്യുന്നതാണെന്ന് ഇവിടുത്തെ ഗാർഡുകൾ പറഞ്ഞു നമ്മൾ അപ്പം രാത്രിയിൽ ആനയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങാൻ നോക്കുക. അപ്പോൾ അതേ നമ്മൾ ഇവിടെ വന്ന് വേസ്റ്റ് ഇടരുതെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. റോസ്മലയ്ക്ക് പോകുന്ന വഴിക്കത്തെ ആദ്യം നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട്, വെള്ളം ഒഴുകിപ്പോകാൻ ചപ്പാത്ത് പോലുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ കണ്ടോ, കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നവർ ഡയപ്പറും എല്ലാം കൂടെ കൂട്ടി ഇട്ടേക്കുക. അവിടെ മാത്രമല്ല, റോഡിന് ഇങ്ങേ സൈഡിലാണേലും കണ്ടില്ലേ, ഡയപ്പറും കൊണ്ട് നിറഞ്ഞേക്കുക. ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ പോവുമായിരിക്കും. എങ്കിലും ഇത് ഇവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യാതിരിക്കുക. വേസ്റ്റ് ഇടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടോ, മദ്യക്കുപ്പികൾ, ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോയേക്കുക. അതുപോലെ പാഡിൻ്റെ, സാനിറ്ററി നാപ്കിൻ്റെ കവറുകൾ. നമ്മുടെ ഒരു കൾച്ചറാണ് ഇതും കൊണ്ട് നമുക്ക് പുറത്ത് കാണപ്പെടുന്നത്. ഒരാൾ വന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇടത്തില്ല. ഇങ്ങനെ ഒരിടം കിട്ടുമ്പോൾ അങ്ങ് എറിയുന്ന കൾച്ചർ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ റോസ്മലയ്ക്ക് പോകുന്ന പകുതി വഴി ആയിട്ടുണ്ട്. അപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിടത്ത് ഇച്ചിരി ഓഫ് റോഡ് തന്നെ കേട്ടോ. പിന്നെ പോകുന്ന വഴിയിലല്ല ഇതുപോലെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം കണ്ടോ. അടിയിൽ മണ്ണൊന്നും ഇല്ലാതെ വേര് തെളിഞ്ഞ് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലോട്ട് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് മരങ്ങൾ വീണ് മുറിച്ച് മാറ്റിയേക്കുന്നതും ഒക്കെ കാണാം. അപ്പം അത്യാവശ്യം കാറ്റും മഴയും ഒന്നും ഉള്ളപ്പം സ്കൂട്ടറിലൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അത്യാവശ്യം എഫിഷ്യൻ്റാണ്. അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ റോഡൊന്നും അത്ര ഞാൻ നേരത്തെ കേട്ടിട്ടുള്ള അത്രയും പന്ന റോഡുകളൊന്നും അല്ല. അത്യാവശ്യം നല്ല റോഡുകളൊക്കെയാണ്. പിന്നെ കുടിവെള്ളം എടുക്കുന്ന ലൈനുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇല്ല, നമ്മൾ അട്ടപ്പാടിയിലെ വീഡിയോയിൽ കണ്ട പോലെ ആ പാറയുടെ മുകളിൽ നിന്ന് കുടിവെള്ളം എടുക്കുന്നതൊക്കെ കണ്ട പോലെ ഈ ട്യൂബിൽ കൂടെ ഗ്രാമത്തിലേക്ക് കുടിവെള്ളം എടുത്തേക്കുന്നതാണെന്ന് തോന്നുന്നു. കുടിവെള്ളത്തിൻ്റെ ലൈനൊക്കെ കാണാം. അപ്പം ഏതായാലും നല്ലൊരു യാത്രാനുഭവം കേട്ടോ. കാടിൻ്റെ നാട് കൂടെ ഒരു 10-13 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫീൽ തന്നെ. അതേ കണ്ടില്ലേ, മരം മുറിഞ്ഞ് വീണിട്ട് അത് ദ്രവിച്ച് പോയി. ഇത് വിൽക്കാൻ നോക്കത്തില്ല, ഫോറസ്റ്റിൻ്റെ ആണല്ലോ. ദ്രവിച്ച് പോയേക്കുന്നതും സൈഡിൽ മാറ്റി ഇട്ടേക്കുന്നതും മരം മുറിച്ച് മാറ്റിയതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണാം. അപ്പം ചങ്ങായിമാരുടെ നമ്മുടെ വനത്തിലൂടെയുള്ള യാത്ര ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അവിടെ ഒരു ഗേറ്റ് കാണാം, ഞാനത് എടുത്ത് കാണിക്കാം. ആ ഗേറ്റ് കടന്നാൽ നമ്മുടെ റോസ്മല ഗ്രാമത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ബാക്കി വനത്തിൻ്റെ ഏരിയ ആയിരുന്നു. ഇനി അങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണ്. ഇങ്ങോട്ടുള്ള റോഡൊന്നും ഞാൻ അറിഞ്ഞത്രയും അല്ലെങ്കിൽ കേട്ടത്രയും ഒന്നും മോശമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ആക്റ്റീവയിലാണ് വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിവിടെ നിന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനൊരു ബോർഡ് കണ്ടോ, ചെങ്കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു മരത്തെ പറ്റിയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ മരം ഈ പ്രദേശത്ത് മാത്രം, അല്ലെങ്കിൽ ചെന്തുരുണി ഫോറസ്റ്റ് റിസർവിൽ മാത്രം കാണപ്പെടുന്നത്, ലോകത്ത് വേറെ എങ്ങും ആ ഒരു മരമില്ല, ഇവിടെ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കളറിലിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ചുമപ്പ് കളറുള്ള പൂക്കളും അല്ലെങ്കിൽ വൃക്ഷങ്ങളും ഒക്കെ ഒരുപാട് കൂടുതലുണ്ട് ഈ ഏരിയയിൽ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെങ്കിൽ ഈ ഏരിയക്ക് റോസ്മല എന്ന് എല്ലാം കൂടെ പൂത്ത് നിൽക്കുമ്പോൾ ആ ഒരു കളർ വരുന്നതുകൊണ്ടായിരിക്കണം റോസ്മല എന്ന് പേര് വന്നത്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തൊടാപ്പ എന്ന് പറയുന്ന പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ചെങ്കുറിഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 1200 മീറ്റർ വരെ ഉയരത്തിൽ മാത്രം കാണപ്പെടുന്ന, ഉയരത്തിൽ മാത്രമെന്ന് പറയണ്ട, ഈ ഒരു പ്രദേശത്ത് മാത്രം ചെന്തുരണി ഫോറസ്റ്റ് റിസർവിൽ മാത്രം കാണപ്പെടുന്ന, ലോകത്ത് വേറെ എങ്ങും അവകാശപ്പെടാനില്ലാതെ ഫോറസ്റ്റ് റിസർവ് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു മരമാണ്. മാത്രമല്ല ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മരം കൂടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡ് കേട്ടോ, ചെങ്കുറിഞ്ഞി റെഡ് വുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ചെറിയ തൈ എന്ന് പറയാവുന്ന കേട്ടോ, ചെങ്കുറിഞ്ഞി എന്ന് പറയും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെങ്കുറിഞ്ഞി മരം. ഇതിനകത്ത് ഈ ഒരു വലിയ മരം പുഴു അരിച്ചേക്കാണ്. നമുക്ക് പുഴുവിനെ കാണാനൊക്കെ വേണ്ടിരിക്കുന്ന ആ പുഴു. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞില്ലേ ഇവിടെ ഫോറസ്റ്റ് അവസാനിച്ചിട്ട് ജനവാസ മേഖലയിലേക്ക് കിടക്കുകയാണെന്ന്. അത് നിങ്ങൾക്ക് ഈ പ്രദേശം കണ്ടാലേ അറിയാം. അങ്ങോട്ട് റബ്ബറും തോട്ടമൊക്കെ കണ്ടില്ല, റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. ഈ ഒരു ഗേറ്റിനപ്പുറം നമ്മുടെ ജനവാസ മേഖലയാണ്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പ്ലാസ്റ്റിക്കോ വല്ലതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ അത് വേസ്റ്റ് ബിൻ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്, ഗേറ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റോസ്മല തുടങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുന്ന് തന്നെയുള്ള വ്യൂ ഇത്രയും മനോഹരമാണെങ്കിൽ റോസ്മലയ്ക്കകത്ത് ചെല്ലുമ്പോഴത്തെ കാഴ്ചകൾ എത്ര മനോഹരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടം വരെ വന്ന് കാഴ്ചകൾ മാത്രം പോരാമല്ലോ, റോസ്മലയുടെ വിശേഷങ്ങളൂടെ കണ്ടിട്ട് വരാം. അങ്ങോട്ടങ്ങ് യാത്ര തുടരാം കേട്ടോ. അപ്പം ചങ്ങായിമാരെ, നമ്മൾ പറഞ്ഞ പോലെ റോസ്മല എന്ന ജനവാസ മേഖലയിലേക്ക് അല്ലെ ഗ്രാമത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഗേറ്റ് കഴിഞ്ഞ് ഏതാണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളൊക്കെ താഴെ കാണാം. റബ്ബറും തോട്ടങ്ങളും അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്കതായാലും മുമ്പോട്ട് തന്നെ നീങ്ങാം. നമ്മളിവിടെയുള്ള ചിലരോടൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു കിട്ടിയ ഒരു അറിവാണ്. ആദ്യമൊക്കെ ഒരു 400 കുടുംബത്തോളം താമസിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ഈ റോസ്മല എന്ന് പറഞ്ഞാൽ. ഈ തോട്ടത്തിലെ കൃഷി ആവശ്യങ്ങൾക്കുള്ള ജോലിക്കാർ താമസിച്ചിരുന്ന മേഖലയായിരുന്നു. ഇന്നിപ്പോൾ അത് 150ഓളം കുടുംബത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയും കുറേ പേര് ഇവിടുന്ന് മലയിറങ്ങാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. നമുക്കിവിടെ വരുന്നതും പ്രകൃതി ആസ്വദിക്കുന്നതും ഒക്കെ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാർ അത്യാവശ്യം മാന്യമായിട്ട് അവരെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ 150 കുടുംബത്തിന് വേണ്ടി ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെ ഉണ്ട്, റേഷൻ കടയൊക്കെ ഉണ്ട്, പിന്നെ അമ്പലവും പള്ളിയും മസ്ജിദും എല്ലാം ഈ ഒരു മേഖലയ്ക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒത്തിരി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം. ഏതായാലും നാനത്വത്തിൽ ഏകത്വമായിട്ട് മനോഹരമായിട്ട് ശാന്തിയോടെ സമാധാനത്തോടെ അവർ കഴിയുന്നുണ്ട്. പുറത്തുനിന്നുള്ള നമ്മളോടൊക്കെ ആണെങ്കിലും വളരെ മാന്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെയാണ് അവർക്കുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ്. അപ്പം മച്ചന്മാരെ, നമ്മൾ റോസ്മലയുടെ എൻട്രൻസിലേക്ക് കയറുകയാണ് കേട്ടോ. അതേ ഇവിടുന്ന് വലത്തേക്കാണ് കാണിക്കുന്ന റോസ്മല വ്യൂ ടവർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ റോസ്മല വ്യൂ പോയിന്റ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ കുറേയൊക്കെ ഉണ്ട് താഴെ. എന്താണെന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. അപ്പോൾ ഇവിടുന്ന് തന്നെ കാണാനുള്ള കാഴ്ചകൾ ഒരുപാട് നല്ല രസമുണ്ട്. പിന്നെ ഇപ്പോൾ ഇച്ചിരി ഉണക്കമായതുകൊണ്ട് ഇച്ചിരി ഒരു ഹരിതാപവും പച്ചപ്പും കുറവാണ്. മരത്തിൻ്റെ ചില്ലകളൊക്കെ കാണാം, ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ചില്ലകളൊക്കെ കാണാം. എങ്കിലും രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോസ്മല വ്യൂ പോയിന്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 50 രൂപയാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ നമ്മുടെ എബിൻ അവിടെ നിൽപ്പുണ്ട്, ടിക്കറ്റ് എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇവിടുന്ന് തന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പം കാഴ്ചകൾ കാണാം. ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വലിയൊരു ലിസ്റ്റുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത്. 2000 രൂപ വരെ ഫൈനുണ്ട്. അപ്പം നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം ആയിരിക്കണം. വരുന്നവർ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇവിടെ ഒരു കാപ്പി കുടിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചായക്കടയായിട്ടൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട്
കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ റോസ്മലേന്ന് ടിക്കറ്റ് എടുത്തു, വ്യൂ പോയിന്റിന്റെ ടിക്കറ്റ് എടുത്ത് കയറുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പടവുകൾ കയറി മേളിലേക്ക് പോവാണ്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഫെൻസ് ഒക്കെ വെച്ച് ഒരു ചെറിയൊരു കവാടമുണ്ട്. നമ്മുടെ ഗ്രാമവാസി നേരത്തെ വന്ന എക്സ്പീരിയൻസ് വെച്ച് ഓടി നടക്കുന്നുണ്ട്. ഏതായാലും ഒരു ചെറിയൊരു ട്രക്കിംഗ് സ്പോട്ട് കൂടെ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രക്കിംഗ് സ്പോട്ടാണ്. നമ്മൾ അബ്ബന്നൂർ പീക്കിൽ പോയപ്പോഴേ ഏതാണ്ട് അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് ആ ഒരു ഫീലാണ് നമ്മൾ ഇതിലെ നടക്കുമ്പോൾ കാണുന്നത്. നമ്മൾ രണ്ടും ഇനി മാറി നിൽക്കാം അങ്ങോട്ട്. അപ്പം നമ്മൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നാ വഴിക്ക് അവിചാരിതമായിട്ട് ആ സൈക്ലിങ്ങിൻ്റെ ഞാൻ ആദ്യം കാണിച്ച രണ്ടുപേരില്ലേ അവരുടെ പ്രോ ടീമിനെ കണ്ടു. കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ എബിൻ്റെ അളിയനാണ് കേട്ടോ, അതായത് ഗ്രാമവാസിയുടെ അളിയനാണ്. ഏതായാലും പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ് കേട്ടോ അവരുടെ ആ ഒരു ടീം ആ പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഒരു പുള്ളി തൃപ്പൂണിത്തറയുള്ള ഒരു സാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ആ എഫേർട്ട് നല്ലതാണ്. കുറേ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചൊരു സൈക്ലിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്രോഗ്രാമാണ്. കാര്യം പറഞ്ഞുകൊണ്ട് കയറ്റം കയറിയപ്പോൾ കിതച്ച് കേട്ടോ. നമ്മൾ അട്ടപ്പാടി പോയി പരിചയപ്പെട്ട ഒരു സാധനം ഇത് കേട്ടോ, ഫോറസ്റ്റിൻ്റെ ജണ്ട കേട്ടോ. ബോർഡർ മാർക്ക് ചെയ്യുന്ന ജണ്ടയാണ്. അങ്ങ് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ വാച്ച് ടവർ. അവിടെ പോയി കാണാം. ഏതായാലും കാഴ്ചകളൊക്കെ കുറേ പേര് ഫാമിലിയായിട്ട് വരുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കുറേ പേര് ഇറങ്ങുന്നത് കണ്ടു നമ്മൾ. അപ്പോൾ അതേ നമ്മൾ അവിടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കണ്ടതുപോലെ ഒരു കാട്ടുമുത്തപ്പനുണ്ട് ഇവിടെ. ഇതുപോലെ വനത്തിനകത്ത് ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ ഇതാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ അല്ലെ വ്യൂ പോയിന്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഏതായാലും പരപ്പാർ വ്യൂ പോയിന്റ് റോസ്മല എന്നൊരു ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. ഏതായാലും നമുക്ക് അകത്തേക്കൊന്ന് കടന്നു നോക്കാം. മച്ചാന്മാരെ ഇവിടുത്തെ ഈ ഒരു വ്യൂ കണ്ടോ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ ഒരു വ്യൂ അത് വർത്ത്ഫുൾ ആകട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ മരത്തിൻ്റെയൊക്കെ പൂക്കളും പുതുതായിട്ട് വരുന്ന മുളകളും എല്ലാം റോസ് കളറിലാണ്. ഒരു പക്ഷെങ്കിൽ അതുകൊണ്ടായിരിക്കും ഈ പ്രദേശത്തിന് റോസ്മല എന്ന പേര് വന്നത് തന്നെ. നമ്മൾ യാത്രാപ്രേമികൾക്ക് എല്ലാവർക്കും ഒന്നും മസനഗുഡി വഴി ഊട്ടിക്ക് പോകാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ പത്തനംതിട്ട കൊല്ലം ജില്ലക്കാരെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട കേട്ടോ, അത്രയ്ക്ക് വർത്ത്ഫുൾ ആണ്. അപ്പം മച്ചാമാരെ ഇതാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറുന്ന വഴി. ഏതായാലും കയറി നോക്കാം ഇവിടെ നിന്നുള്ള വ്യൂസ് എങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. അവൻ നമ്മളെ ഇട്ടിട്ട് ഓടി കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മച്ചാമാരെ അതെ ഇവിടെ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. ഗ്രാമവാസിയാണ്, നേരത്തെ വന്ന് പരിചയമുള്ള പുള്ളിക്കാരൻ്റെ പറച്ചിൽ വെച്ച് ഇത് തെന്മല ഡാമിൻ്റെ റിസർവെയർ ആണ്. ഇതിന് നടുക്കായിട്ട് കുറേ ഐലൻഡുകൾ നമുക്ക് കാണാം കേട്ടോ. അതിൽ ഈ കാണുന്ന ഐലൻഡിന് കണ്ടോ ഹാർട്ടിൻ്റെ ഷേപ്പുണ്ട്, നല്ലൊരു ഹാർട്ടിൻ്റെ ഷേപ്പുണ്ട്. നല്ല രസമുണ്ട്. അവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമുക്ക് താഴത്തെ ഓഫീസിൽ ചോദിക്കാം. എന്തോ ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതും ഗ്രാമവാസി തന്നെ ഐഡിയ പറഞ്ഞാൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പല പല ഐതിഹ്യങ്ങളായിരുന്നു ഈ റോസ്മലയെ കുറിച്ച് പറഞ്ഞത്. ശരിക്കും റോസ്മല എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയത്, ഞാൻ സെർച്ച് ചെയ്തതിൽ എനിക്ക് കിട്ടിയത് ഈ ഉച്ച സമയത്ത് വന്ന ഈ ഒരു ക്ലിപ്പ് കേട്ടോ. ഇവിടുത്തെ മരങ്ങൾ ഫുള്ള് ഒരു റോസ് കളർ പോലെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണാമെന്ന് അറിയത്തില്ല, കാണാൻ ഞാൻ കളർ ഗ്രേഡിങ് ചെയ്യുമ്പം അത് ശരിയാക്കാം. അപ്പം ഇതൊരു നല്ലൊരു വ്യൂ ആണ്. ഈ വ്യൂ കാരണമായിരിക്കും ഈ മലയ്ക്ക് റോസ്മല എന്നുള്ള പേര് വന്നത്. അങ്ങറ്റം വരെ ഉള്ളത് നമുക്ക് കാണാം. കണ്ട അങ്ങ് ദൂരത്തെ മരങ്ങൾ വരെ ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ അറിയാം റോസ് കളർ അല്ലെങ്കിൽ യെല്ലോ കളർ പോലെ ഉള്ള ഷെയ്ഡാണ് കാണുന്നത്. ഏതായാലും അടിപൊളി കാഴ്ചയാണ് കേട്ടോ. വന്നതും ഇത്ര കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് വന്നതൊന്നും ഒരു നഷ്ടബോധമായിട്ട് തോന്നിയിട്ടില്ല. ഏതായാലും നല്ല കാഴ്ചകളായിരുന്നു. കാഴ്ചകൾ ബാക്കി കാണാം. ഞാൻ വിചാരിച്ച അധികം ആൾക്കാരൊന്നും കാണത്തില്ലെന്ന്, പക്ഷേ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതും ഫാമിലി ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല ഒരു
ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം ഈ സ്ഥലം. അച്ഛന്മാർ ഈ ഒരു ബാച്ചിനെ നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ. ഇവരെല്ലാം ഓരോ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാരും ഹെഡ് മിസ്സസുമാരും കേട്ടോ. ഇത്രയേറെ ഹെഡ് മാസ്റ്റർമാരെ ഹെഡ് മിസ്സസുമാരെ ഒരുമിച്ച് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. AOI ഉണ്ട് ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു. അപ്പം അവരേതായാലും ഒരു ടൂർ മൂടി വന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കും അവരുടെ കൂടെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. നമ്മൾ സാധാരണയായി കണ്ടിട്ടുള്ളത് കാർക്കശിക്കാരായിട്ടുള്ള കുറേ ഹെഡ് മാസ്റ്റർമാരെയാണ് കേട്ടോ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഏതായാലും അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത് കണ്ടു. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ റോസ്മലയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് പല ഐതിഹ്യങ്ങളുണ്ട്. അത് ഞാൻ ഏതായാലും വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം നമ്മൾ കണ്ടത് വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പേര് വരാൻ കാരണം ആയിട്ട് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം കണ്ട ആ മരുതി എന്ന് പറയുന്ന ആ മരത്തിൻ്റെ ഇലയും അല്ലെങ്കിൽ കിളിർത്ത് വരുന്നതും പൂവും എല്ലാം കൂടെ ചേർത്ത് ഒരു റോസ് കളറായിട്ട് മല നിൽക്കുന്നത്. അതുകൊണ്ടാണ് റോസ് മല എന്നുള്ള പേര് വന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. താഴെ ചെന്നിട്ടേ ഔട്ട്രോ പറയുന്നുള്ളൂ. ഇവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വഴിയൊന്നും എടുത്തില്ല. അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള ഇത് വെച്ച് ഏതായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വഴിയൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ കയറി വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ അബ്ബന്നൂർ പീക്കിൽ നമ്മൾ പോയായിരുന്നു, അട്ടപ്പാടി. അവിടുത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അവിടെ കയറി ഒരു ചെറിയൊരു പ്രതീതിയാണ്. എന്നാലും അത്രയും ഒരു കാട് പിടിച്ച് കിടക്കുവോ അങ്ങനെയുള്ള ഒരു ഇതില്ല. കാടിന് നടുക്കൂടെ ഒന്നുമില്ല. എന്നാലും വനത്തിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതി കിട്ടും നമുക്ക്. അപ്പം നിങ്ങൾക്ക് കണ്ടാലേ അറിയാം. അത്യാവശ്യം നല്ല രസമുള്ള ഒരു ട്രക്കിംഗ്, ഒരു ചെറിയ മിനി ട്രക്കിംഗ് എന്ന് പറയാം. മിനി ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു അധികം ഫേമസ് അല്ലെന്ന്, പക്ഷേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ എല്ലാം സന്തോഷം നിറഞ്ഞ മനസ്സോടാണ് അവരെല്ലാം തിരിഞ്ഞു പോകുന്നത്. ചെറിയ മിനി ട്രക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് വണ്ടികളിൽ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ എത്ര ജീപ്പുകളാണ് വന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. ഒരുപാട് ജീപ്പുകളിൽ സന്ദർശകർ എത്തുന്നുണ്ട്. നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പം മച്ചന്മാരെ, ഒരു അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു വനത്തിൽ കൂടെയുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ റോസ്മല യാത്ര. ഇതാണ് റോസ്മല. കണ്ടില്ലേ, പള്ളി വാങ്ക് വിളിക്കുന്ന സൗണ്ടുണ്ട്, അമ്പലങ്ങളുണ്ട്, ക്രിസ്തീയ പള്ളികളുണ്ട്, എല്ലാം ഉണ്ട്. ഒരു അടിപൊളി, ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടി. ഒരു 13 കിലോമീറ്റർ കാട്ടിലൂടെ വണ്ടി ഓടിച്ച് വരാൻ പറ്റി. എല്ലാം കൊണ്ടും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ റോസ്മലയുടെ കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ കാഴ്ചകളും നമ്മുടെ യാത്രകളൊന്നും തീരുന്നില്ല. വീണ്ടും ഒരു പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ് ഓഫ്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇവിടെ ഒരു ചപ്പാത്ത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴുകുന്നത്. നല്ല തണുത്ത വെള്ളമായിരുന്നു. നമ്മൾ അവിടെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ ജീപ്പും കൊണ്ട് വന്ന് നമ്മളെ പരിചയം പുതുക്കി. പുള്ളി വിചാരിച്ച് വീഡിയോ എടുക്കും. നമ്മുടെ ദേഹമൊക്കെ നനഞ്ഞു. അടിപൊളി തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. തണുപ്പ് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഞാൻ കാണിക്കാം കാഴ്ചകൾ. എങ്ങനെ കിടക്കുന്ന വെള്ളമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളം കാണിക്കാവേ. ചുമന്ന മീനൊക്കെ ഉണ്ടോ, ടൈഗർ ഫിഷ് പോലെ.